ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കാർത്തിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. തുടർന്ന് ഡോക്ടർ മൈഥിലിയോട് അകത്തേക്ക് വരാൻ പറയുന്നു. മൈഥിലിയെ കണ്ടയുടൻ തന്നെ കാർത്തി തിരിച്ചറിയുകയാണ്. ഇതാരാണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയാണെന്നും മൈഥിലി എന്നാണ് പേരെന്നും കാർത്തി പറയുന്നു. ഇത് കേൾക്കുന്ന മൈഥിലി ഞെട്ടലോടെ കാർത്തിയെ നോക്കുകയാണ്. എങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി സംസാരിച്ചിരിക്കുക, ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കാർത്തിയുടെ അടുത്തേക്ക് മൈഥിലി ചെല്ലുമ്പോൾ കാർത്തി ചോദിക്കുകയാണ്, വൈകുമോള് അവളെവിടെ? അവള് ചെമ്പകമംഗലത്തുണ്ടെന്ന് മൈഥിലി പറയുന്നു. കാർത്തിക്ക് മീനാക്ഷി ഓർമ്മയുണ്ടോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടെന്നും അവള് മുത്തശ്ശിയെയും കാണാനായി ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുകയല്ലേ എന്നും കാർത്തി ചോദിക്കുന്നു. വൈശാഖിനെയോ? വൈശാഖിനെ പിന്നെ ഓർമ്മയില്ലാതിരിക്കുമോ? വൈശാഖും നമ്മുടെ തറവാട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നതെന്ന് കാർത്തി ചോദിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന മൈഥിലി മനസ്സിൽ പറയുകയാണ്, എന്താണെങ്കിലും എന്റെയും വൈശാഖിന്റെയും ഒളിച്ചോട്ടത്തിന് മുമ്പുള്ള കാര്യങ്ങൾ മാത്രമേ കാർത്തിക്ക് ഓർമ്മയുള്ളൂ. അതുകൊണ്ട് എന്താണെങ്കിലും രക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ ഈ മൈഥിലിക്ക് നന്നായി തന്നെ അറിയാം. പിന്നീട് കാണിക്കുന്നത് നന്ദിനിക്ക് ബോധം വരുന്നതാണ്. നന്ദിനി ഉണരുമ്പോൾ തന്നെ ഭർത്താവിനെ പറ്റി ചോദിക്കുകയാണ് ഡോക്ടർ. ഭർത്താവില്ല, മരിച്ചുപോയി, 1 മാസമായെന്ന് നന്ദിനി പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള ഈ തലകറക്കം അത്ര നല്ലതല്ല. എന്താണെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്നും പോയാൽ മതി. ഇത് കേൾക്കുന്ന നന്ദിനി സംശയത്തോടെ ഡോക്ടറെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ICUവിൽ നിന്നിറങ്ങുന്ന മൈഥിലി ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. മുത്തശ്ശി, ഞാനാണ് മൈഥിലി. കാർത്തിക്ക് ബോധം വന്നെന്നും എന്നെ കണ്ടയുടൻ തിരിച്ചറിഞ്ഞെന്നും ഒക്കെ തന്നെ മൈഥിലി പറയുമ്പോൾ ഇത് കേട്ട് രാജലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമാവുകയാണ്. നീ എന്താണെങ്കിലും അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മ കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് ഭഗവാന്മാരോടെല്ലാം നന്ദി പറയുന്ന രാജലക്ഷ്മി അമ്മയാണ് കാണിക്കുന്നത്. അതേസമയം ക്ഷേത്രത്തിൽ നിന്നും കാർത്തിയില്ലെങ്കിൽ താനും കുഞ്ഞും ഒരിക്കലും ജീവിക്കില്ലെന്നും മരിച്ചിരിക്കുമെന്നും പറയുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് ACP സാഹിറ ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. ഇവളിനി എന്ത് മാരണമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ജഗദീഷ് പറയുകയാണ്. ചെമ്പകമംഗലത്തെ ജഗദീഷിന്റെ പേരിലുള്ള ലോറി തമിഴ്നാട്ടിൽ വെച്ച് ഒരു വഴിയാത്രകനെ ഇടിച്ചതായി അറിഞ്ഞായിരുന്നോ എന്ന് സാഹിറ ചോദിക്കുമ്പോൾ അറിഞ്ഞായിരുന്ന ജഗദീഷ് പറയുകയാണ്, വണ്ടി ഓടിച്ച ആൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. ലോറി ജഗദീഷിന്റെ പേരിലായതുകൊണ്ട് മിക്കവാറും തനിക്ക് നേരെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടാകും. അതുകൊണ്ട് ഈ സ്റ്റേഷൻ പരിധി വിട്ട് താൻ പോകരുതെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വന്നതെന്ന് സാഹിറ പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. കൂടാതെ ലോറിയിൽ നിന്നും കുറെ അധികം മയക്കുമരുന്ന് പിടിച്ചെടുത്തു. എല്ലാം നിങ്ങളുടെയാണെന്ന് ലോറിക്കാരൻ തമിഴ്നാട് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് സാഹിർ അവിടുന്ന് പോകുമ്പോൾ ആകെ തകർന്ന് താഴേക്ക് വീഴുകയാണ് രാജലക്ഷ്മി അമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.